നമസ്കാരം. തിരുവനന്തപുരം തലസ്ഥാനത്ത് കാവിക്കൊടി ഉയർന്ന നിമിഷം കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയുടെ ഒരു ചെറിയ വിജയം മാത്രമായിരുന്നില്ല. പതിറ്റാണ്ടുകളായി ഇവിടെ ബി.ജെ.പിക്ക് ഒരു സാധ്യതയുമില്ല എന്ന് ആവർത്തിച്ച ഇടതുപക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിനുണ്ടായ ഏറ്റവും വലിയ തിരിച്ചടി കൂടിയായിരുന്നു. കോർപ്പറേഷൻ വിജയത്തിലൂടെ ബി.ജെ.പി തെളിയിച്ചത് ഒറ്റ ഒരു കാര്യം മാത്രമാണ്: കേരളം രാഷ്ട്രീയമായി ബി.ജെ.പിയെ വളർത്താൻ അചഞ്ചലമല്ല. മാറ്റത്തിനുള്ള വോട്ടർമാരുടെ മനസ്സിൽ കാറ്റ് വീശി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മിഷൻ 2026. ഇനി പോരാട്ടം റോഡിലല്ല, നിയമസഭയിലാണ്. LDF ഭരണത്തിന്റെ 10 വർഷങ്ങൾ കേരളത്തിന് സമ്മാനിച്ചത് അഴിമതികളുടെ നീണ്ട പട്ടികയും സാമ്പത്തിക തകർച്ചയും ജനങ്ങളോടുള്ള ഭരണകൂടത്തിന്റെ അഹങ്കാരവുമാണ്. സ്വർണ്ണക്കടത്ത് മുതൽ ലൈഫ് മിഷൻ വരെ, AI ക്യാമറ മുതൽ PSC നിയമന ക്രമക്കേടുകൾ വരെ, ഓരോ വിഷയത്തിലും സർക്കാരിന്റെ മറുപടി ഒരേ രീതിയിലായിരുന്നു: മൗനം, നിഷേധം, പിന്നെ തന്നിഷ്ടം. സാധാരണക്കാരുടെ ജീവിതം തളർന്നപ്പോഴും സർക്കാർ യാഥാർത്ഥ്യങ്ങളിൽ നിന്നകന്ന് പാർട്ടിയുടെ രക്ഷാപ്രവർത്തനങ്ങളിലായിരുന്നു. ഇത്തരം പശ്ചാത്തലത്തിലാണ് ബി.ജെ.പി 10 A ക്ലാസ് നിയമസഭാ മണ്ഡലങ്ങളെ ലക്ഷ്യമിട്ട് മുന്നേറാൻ പോകുന്നത്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, വട്ടിയൂർക്കാവിൽ R ശ്രീലേഖ. ഇവ പേരുകൾ മാത്രമല്ല, കേരളം ആവശ്യപ്പെടുന്ന ഒരു പുതിയ രാഷ്ട്രീയ സംസ്കാരത്തിന്റെ മാറ്റമാണ്. വികസന പരിചയവും ഭരണക്ഷമതയും ദേശീയ കാഴ്ചപ്പാടുമുള്ള നേതാക്കളെയാണ് ബി.ജെ.പി മുന്നോട്ട് വെക്കുന്നത്. പ്രസംഗം രാഷ്ട്രീയമല്ല, പ്രകടന രാഷ്ട്രീയമാണ് ഇനി കേരളത്തിന് വേണ്ടത് എന്നത് ഉറപ്പിക്കുന്ന വ്യക്തമായ ഒരു സന്ദേശമാണിത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ 10 A ക്ലാസ് മണ്ഡലങ്ങളിൽ വിജയം ലക്ഷ്യമിട്ട് ബി.ജെ.പി നേരത്തെ കളത്തിലിറങ്ങാൻ പോവുകയാണ്. മിഷൻ 2026 എന്ന് പേരിട്ടിരിക്കുന്ന ഈ തിരഞ്ഞെടുപ്പ് തന്ത്രത്തിന് ഊർജം പകരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചതുൾപ്പെടെയുള്ള തദ്ദേശ തിരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണ്. ജനുവരിയിൽ കേരളം സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കേരളത്തിലെ മുഴുവൻ മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് പകരം ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിലാണ് ബി.ജെ.പി ശ്രദ്ധയൂതാൻ പോകുന്നത്. കഴിഞ്ഞ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ മുന്നേറ്റമുണ്ടാക്കിയതും പാർട്ടി വിജയ സാധ്യത കൽപ്പിക്കുന്നതുമായ 36 A ക്ലാസ് മണ്ഡലങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിലെ കണക്കനുസരിച്ച് 30,000-ലധികം വോട്ടുകളുള്ള 29 മണ്ഡലങ്ങളിലും 40,000-ലധികം വോട്ടുകളുള്ള 7 മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തും. നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തൃശൂർ, പാലക്കാട് തുടങ്ങി 10 മണ്ഡലങ്ങളിൽ വിജയമുറപ്പിക്കാനാണ് പാർട്ടി പ്രധാനമായും ലക്ഷ്യമിടുന്നത്. ജനുവരി 3-ാം തീയതി മുതൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്ക് തുടക്കമാകും. ഏറ്റവും അടുത്ത കാലയളവിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് മണ്ഡലങ്ങളിൽ സജീവമാകാനാണ് പാർട്ടിയുടെ ശക്തമായ തീരുമാനം. ഓരോ മണ്ഡലത്തിലും കഴിഞ്ഞ 3 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് പാറ്റേൺ ഉൾപ്പെടെ വിശദമായി വിലയിരുത്തിയാകും സ്ഥാനാർത്ഥി നിർണയം ഇനി പുരോഗമിക്കുക. A ക്ലാസ് മണ്ഡലങ്ങളിൽ മികച്ച വിജയ സാധ്യതയുള്ളവരെ സമവാക്യങ്ങൾ പരിഗണിച്ച് രംഗത്തിറക്കും. ഈ തിരഞ്ഞെടുപ്പിനപ്പുറം 2031 നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടി മുൻകൂട്ടി കണ്ട് മണ്ഡലങ്ങളിൽ സജീവമായി പ്രവർത്തിച്ച് സ്വാധീനം ഉറപ്പിക്കാൻ കെൽപ്പുള്ളവരെ മറ്റു നിയമസഭാ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളായി നിർദ്ദേശിക്കണമെന്നും ജില്ലാ നേതൃത്വങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തവണ ക്രിസ്ത്യൻ വോട്ടുകൾ പാർട്ടിക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലും സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഫലിക്കുമെന്ന് നേതാക്കൾ സൂചിപ്പിക്കുന്നു. ഭീഷണിയും വർഗീയതയും പറഞ്ഞ് വോട്ടുകൾ ഉറപ്പിച്ചിരുന്ന LDF-ന്റെ നാടകം ഇനി നടക്കില്ല. വികസനം, സുരക്ഷ, വിദ്യാഭ്യാസം, സാമ്പത്തിക സ്ഥിരത ഈ വിഷയങ്ങളിലാണ് മോദി കേരളത്തോട് സംസാരിക്കുന്നത്. ജനുവരി മാസത്തിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഒരു ചടങ്ങല്ല, അത് കേരള രാഷ്ട്രീയത്തിന്റെ ദിശ തന്നെ മാറ്റുന്ന ഇടപെടലായിരിക്കും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് LDF-നെതിരായ ഒരു സാധാരണ തെരഞ്ഞെടുപ്പായിരിക്കില്ല. അത് LDF തുടരണമോ എന്ന ചോദ്യത്തിനുള്ള ജനവിധി തന്നെയായിരിക്കും. ഇതിനിടയിൽ നരേന്ദ്രമോദി രാജ്യത്തിന് മുന്നിൽ വെച്ച ഭരണ മാതൃക വ്യക്തമാണ്. ഇൻഫ്രാസ്ട്രക്ചർ, ഡിജിറ്റലൈസേഷൻ, സാമൂഹ്യ സുരക്ഷ, ദേശീയ സുരക്ഷ, ഓരോ മേഖലയിലും ഇന്ത്യ മുന്നേറുമ്പോൾ കേരളം മാത്രം പഴയ സമര മുദ്രാവാക്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കേന്ദ്ര സഹായം കിട്ടിയിട്ടും അത് ജനങ്ങളിലേക്ക് എത്തിക്കാനാകാത്ത അജ്ഞതയോ അഹങ്കാരമോ ആണ് LDF-ന്റെ യഥാർത്ഥ മുഖം. ബി.ജെ.പി കേരളത്തിൽ അധികാരം പിടിക്കുമോ എന്ന ചോദ്യം ഇനി പ്രസക്തമല്ല. ചോദ്യം ഇതാണ്: കേരളം മാറ്റം സ്വീകരിക്കാൻ തയ്യാറാണോ അല്ലയോ? തിരുവനന്തപുരം കോർപ്പറേഷൻ അതിന് ഉത്തരം നൽകിയിട്ടുണ്ട്. നിയമസഭാ മണ്ഡലങ്ങൾ അതിന്റെ തുടർച്ചയായിരിക്കും. മോദിയുടെ മിഷൻ 2026 ഒരു പാർട്ടി ദൗത്യമല്ല, വികസനത്തിനുള്ള രാഷ്ട്രീയ കാഹളം തന്നെയാണ്. ഭയം വിതച്ച് അധികാരം പിടിച്ചെടുക്കാനുള്ള കാലം കഴിഞ്ഞു. വിശ്വാസവും കാര്യക്ഷമതയും മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയം മാത്രമാണ് ഇനി നിലനിൽക്കുക. പിണറായി സർക്കാർ അതിൽ പരാജയപ്പെട്ടു. ബി.ജെ.പി അതിലേക്ക് മുന്നേറുകയാണ്. ജനുവരി മാസത്തിലെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമാകും. കേരളം ഇനി ചോദിക്കുന്നത് മുദ്രാവാക്യങ്ങളല്ല, ഉത്തരവാദിത്വമാണ്. ആ ചോദ്യം നേരിടാൻ മോദിയുണ്ട് ഇനി കേരളം.